കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ക്രിസ്തീയ സഭകളിലെല്ലാം നിക്കോസ് സഭകൾ മാത്രമല്ല, നോമിനൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ RC ക്രിസ്ത്യൻസ് ആണെങ്കിൽ CSI, മാർത്തോമ, ഓർത്തഡോക്സ്, ഇവിടെ എല്ലാം ആശീർവാദ സമയത്ത് ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് 2 കൊരിന്ത്യർ 13:14. എന്തുവാ? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ 3-ാമത്തെ ഭാഗത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഏറ്റവും ആവശ്യമായ ഒന്നാണ് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നടപ്പ്, അല്ലേ? വേദപുസ്തകം എന്താ പറയുന്നത്? സ്തോത്രം, നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഇടവരണം. പ്രീസലോ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ ഉലകത്തിലായിരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. സ്വർഗാരോഹണത്തിന് മുൻപായി, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യം, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിത്തരും. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ജോലി. സ്തോത്രം. എന്തുവാ ഇതിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ദൈവത്വത്തിൽ ആളത്വമായിട്ടാണ് പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും. നമുക്ക് ഈ 3 ആളത്വങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? അതിൽ ഒരാളത്വമാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ആവശ്യകത എന്താണ്? യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദൈവസഭയെ നടത്തുവാനും പുതിയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം നിയന്ത്രിക്കാൻ വേണ്ടി ദൈവത്താൽ, സ്തോത്രമല്ലേലൂയ, നിയുക്തമായ അല്ലെങ്കിൽ ദൈവത്താൽ പരമേൽപ്പിക്കപ്പെട്ട ഒരാളാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദിമസഭയുടെ ആരംഭഘട്ടം മുതൽ തന്നെ, അതായത് പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ച സമയം മുതൽ ഈ നിമിഷം വരെയും, ഇല്ലെങ്കിൽ 2026-ാം ആണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന ഈ സമയം വരെയും നമ്മളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ വഴി നടത്തുന്നത്, പരിപാലിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്താണ് പരിശുദ്ധാത്മ? ഫെലോഷിപ്പ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ, ഈ ഫെലോഷിപ്പ് എന്ന വാക്കിനകത്ത് കൊയിനോനിയ എന്നൊരു മൂല ഭാഷയിൽ ഒരു ഗ്രീക്ക് പ്രയോഗത്തെ നമുക്ക് കാണാൻ കഴിയും. കൊയിനോനിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് ഇടപഴകുക, അടുത്ത് സംസർഗം പുലർത്തുക, സഹവാസത്തിലേക്ക് വരിക. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ പറ്റി അവിടെ നമുക്ക് പരാമർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുക, പരിശുദ്ധാത്മാവൻ നമ്മിൽ വസിക്കുക. നമ്മൾ ഈ സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാനിൽ തന്നെ യേശു കർത്താവ് തന്നെ പറഞ്ഞു, അവൻ എല്ലാ കാലത്തും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. എത്ര ആഴമായ ഒരു ചിന്തയാണല്ലേ? സ്തോത്രമല്ലേ ലൂയ. ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രസൻസാണ് നമ്മുടെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒരാൾ നമ്മോടുകൂടെ ഇരിക്കുക എന്നുള്ളത്. ഈ ലോകത്തിൽ മാനുഷികമായ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചില സാഹചര്യങ്ങളിൽ, ചില വിഷയങ്ങളിൽ, ചില മേഖലകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങൾ ഒരുപക്ഷെ ലഭ്യമാകാതെ വരുമ്പോൾ, മനുഷ്യരാൽ നമ്മൾ തള്ളപ്പെടുന്ന സാഹചര്യം വരും, അല്ലേ? മനുഷ്യരാൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം വരും. നമ്മൾ ഒരു അനാഥരെന്നോ അനാഥയെന്നോ തോന്നുന്ന ഒരു തലം വരും. പക്ഷേ അവിടെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ബന്ധം നമുക്ക് അനിവാര്യമാകുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അവിടെയും യേശു കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ബന്ധപ്പെടുത്തിയാണ്. എന്താ അതിൻ്റെ അർത്ഥം? യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷത്തെ കാലയളവുകൾക്കകത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അധർമ്മികളാൽ ഞാൻ പിടിക്കപ്പെടും, ഞാൻ ക്രൂശിക്കപ്പെടും, ഞാൻ ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ പോകുക. ഇത് കേൾക്കുന്ന ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി,
യേശു നമ്മളോടുകൂടെ കാണത്തില്ല. അവർ അനാഥരായി പോയില്ലെങ്കിൽ അനാഥത്വത്തിലേക്ക് പോയി എന്നവർ ചിന്തിച്ചു. പക്ഷേ യേശു പറഞ്ഞില്ല, നിങ്ങൾ അനാഥരല്ല. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ നിങ്ങളോടുകൂടെ എല്ലാ കാലത്തും ഇരിക്കും, ഉയർച്ചയിലും താഴ്ചയിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതയിലും നമ്മുടെ ജീവിതം ശക്തിപ്പെടുമ്പോഴും എല്ലാ സമയത്തും കൂടെ ഇരിക്കുന്ന ഒരു ആത്മാവ് നമുക്കുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അല്ല, പരിശുദ്ധാത്മാവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുവാൻ, പരിശുദ്ധാത്മാവുമായിട്ട് ഏറ്റവും അടുത്ത് സംസാരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആര് നമ്മളെ വിട്ടുമാറിയാലും, ആര് നമ്മളെ വിട്ടൊഴിഞ്ഞാലും, ആര് നമ്മളെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങപ്പെടുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമായ കൂട്ടായ്മ ബന്ധത്തിൽ അത് ഞങ്ങളെ അവിടെ നിന്ന് നടത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ നടത്തിയാട്ട്, അവിടെ ഞങ്ങളെ ലീഡ് ചെയ്യണമേ, അവിടെ ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ കർത്താവ്. അവിടുത്തെ കാര്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.